അപ്പോൾ മീനിൻ്റെ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ മുറിക്കുന്നൊരു പാടില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴുകി എനിക്ക് മതിയായിട്ടോ കഴുകുന്നതിനനുസരിച്ച് ചോര ഇറങ്ങിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. തല ആയതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. അത്ര നേരം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. തലക്കറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവ് വേണം കേട്ടോ ഇവിടെ. അപ്പം ഞാൻ അത്യാവശ്യം നല്ലോണം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിഞ്ഞിട്ടെല്ലാവരും ഓടുമോ എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ തല ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ മീനിൻ്റെ. വൈകുന്നേരം കിട്ടിയോണ്ട് തന്നെ രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിന് ആക്കാൻ വിചാരിച്ചതാണേ കറി. അപ്പോൾ അത് ആ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മീനിൻ്റെ തലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് ആ കറിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് വറ്റി വരണം. വറ്റി വരിക വെച്ചാൽ ഫുള്ളായിട്ടും കൂടെ വറ്റിക്കൂല കേട്ടോ. അത്യാവശ്യം ഒരു ഗ്രേവി ടൈപ്പിൽ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കറി റെഡിയാക്കിയേ.